രാവിലെ മക്കളൊക്കെ പോകുന്ന ടൈമിൽ ഞാൻ എങ്ങനെ കുക്കിങ്ങും മക്കളെയൊക്കെ ഡീൽ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പം ദാണ്ടെ രാവിലെ മോൾക്ക് ക്യാബേജ് തോരൻ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ക്യാബേജൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടെ ഇട്ട് സവാളയും കൂടെ ഇട്ട് അത് തോരനായിട്ട് അരിഞ്ഞ് വെച്ചു കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഫുഡ് പ്രോസസ്സർ ഉണ്ടല്ലോ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്കും ആ ജോലി കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഫുഡ് പ്രോസസ്സർ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ വാങ്ങിച്ചത് ഏറ്റവും വർത്തായിട്ടുള്ളൊരു സാധനം തന്നെ ഇത്. പെട്ടെന്ന് ജോലി കഴിയും. അപ്പം ഞാനത് അരിഞ്ഞെല്ലാം മാറ്റിയതിന് ശേഷം തലേന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അതൊന്ന് ചെറിയ തീയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് മാറ്റി വെച്ചു. അതിന് ശേഷം തലേന്നത്തെ ചോറുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കാനായിട്ട് ഞാൻ മറ്റേ സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ പാൻ ചൂടായി വന്ന ടൈമിലേക്ക് ഞാൻ അതിലേക്ക് എണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ടുന്ന താളിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ്, ക്യാബേജിൻ്റെ മിക്സ് അതിനകത്തോട്ടിട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ച് ഞാൻ അര ക്യാബേജോളം എടുത്തുകൊണ്ട് തന്നെ ബാക്കി വന്നത് ഞാനങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് ഒരു ടിന്നിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. മൊത്തം എടുത്താൽ ചിലവാകത്തില്ല, അതുകൊണ്ട് കേട്ടോ. ഇത് നാളെ തന്നെ ഞാനങ്ങ് എടുത്ത് തീർക്കും. അല്ലാതെ ഒരുപാട് ദിവസം എനിക്ക് വെക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണമെല്ലാം പോകും. ഇനി ഒരു ചമ്മന്തിയും കൂടെ അരച്ചാൽ സ്കൂളിലേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. ചമ്മന്തി അരക്കി എടുത്തപ്പോഴത്തേക്കും പുളി തീർന്നിരുന്നു കുപ്പിയിൽ. പിന്നെ ഞാൻ സ്റ്റോർ ചെയ്യുന്ന ഞാൻ നേരത്തെ മേടിച്ച് തീരാറാകുമ്പോഴത്തേക്കും ഞാനത് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. അതിൽ നിന്ന് എടുത്ത് കുപ്പിയിലോട്ട് ഫില്ല് ചെയ്ത് എന്നിട്ട് ചമ്മന്തിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. അത് നല്ലപോലെ കലക്കി മുട്ടയും കൂടെ പൊരിച്ച് സെറ്റ് ആക്കിയപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ ഏകദേശം കഴിഞ്ഞിട്ട് ഈ ജോലിക്കിടയിൽ കൂടെ അപ്പവും കൂടെ ചുട്ടു. രാവിലത്തെ പരിപാടിയും കൂടെ അതിൻ്റെ കൂടെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ബസ് വരുമ്പോൾ പണി കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. ചോറും ചമ്മന്തിയും തോരനും മുട്ട പൊരിച്ചതൊക്കെ വെച്ച് കൊടുത്തു. ഒരു അച്ചാറും കൂടെ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അത് വെച്ചില്ല. അങ്ങനെ പിന്നെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്നു, മക്കളൊക്കെ കയറിപ്പോയി. അപ്പോഴത്തേക്കും രാവിലത്തെ എൻ്റെ ഒരുവിധം ജോലികളൊക്കെ ഒതുങ്ങി. കിച്ചണൊക്കെ നല്ല വലിച്ചു വാരി ഇട്ടേക്കുക. പിന്നെ വെച്ച് മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ കടലാസ് ചെടികളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊക്കെ ഒരുപാട് റിലാക്സ്ഡ് ആവും. എന്ത് സുഖമെന്ന് പറയും ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും. ഇപ്പോൾ ഡിസംബർ ജനുവരി ടൈമിലാണല്ലോ ഇതൊക്കെ പൂക്കുന്നത്. അല്ലാത്ത ടൈമിൽ പൂക്കൂടെ, പക്ഷേ ഇത്രയും അങ്ങ് കയറി കിളിക്കത്തില്ല. എന്ത് രസമാണെന്ന് പറയും. ഞാൻ അവിടെ വന്ന് ഇതിനെയൊക്കെ തഴുകി തലോടി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് അത്രയും നേരം നമ്മൾ കിടന്ന് ഊട്ടപ്പാച്ചിലുണ്ടായിരുന്നില്ല, അതൊക്കെ അങ്ങോട്ട് മാറും. ഒരു പ്രത്യേക എന്തോ എനിക്കറിയത്തില്ല. ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. പക്ഷേ അടുക്കളയൊക്കെ ഒതുക്കാൻ കൂടെ പോകും. നമ്മൾ ആ ടൈമിൽ ആ ചിന്തയൊന്നും വരത്തില്ല. ഇതിനെയൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ. എൻ്റെ കയ്യിൽ ഇത്രയും കളക്ഷൻസ് ഉള്ളൂ കേട്ടോ. മഞ്ഞ ഉണ്ടായിരുന്നു, അത് പക്ഷേ വീട് റിനോവേഷൻ ടൈമിൽ അതങ്ങ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ള, മെറൂൺ, ഒരു ഓറഞ്ച് കളറ്, വയലറ്റ്, പിന്നെ ഒരു അടുക്ക് ബോഗൺവില്ല, ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനിയും കളക്ഷൻസ് ആക്കണം. എനിക്ക് ഏത് ചെടി ഇല്ലെങ്കിലും സാരമില്ല, ബോഗൺവില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഒരു പ്രത്യേക ഇഷ്ടം തന്നെ. വർഷത്തെ ഒരിക്കലേ പൂക്കുമെങ്കിലും അത് കുറേ നാളിങ്ങനെ നിൽക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 തവണയൊക്കെ ഒന്ന് പൂക്കും ചെറുതായിട്ട്. പക്ഷേ ഇത്രയും വരണമെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസംബർ ജനുവരി ടൈം. എനിക്കൊന്ന് ഇതൊക്കെ ഒന്ന് മുകളിൽ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. പക്ഷേ ഇക്കാക്ക് ഇഷ്ടമല്ല. കാര്യം മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ചെളി ഇറങ്ങും. നമ്മൾ വൈറ്റ് പെയിൻ്റല്ലേ അടിച്ചിരിക്കുന്നത്, അതിലോട്ട് ഇറങ്ങുമെന്നാണ് പറയുന്നത്. എനിക്കൊന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങും. എന്നാലും നമുക്ക് ഇതിനോടുള്ളൊരു ക്രേസ് ഉണ്ട്. നമ്മൾ വീട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ മേളിൽ ഇങ്ങനെ ബോഗൺവില്ല നിൽക്കുന്ന കാണാൻ നല്ലൊരു രസമല്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ഒരു ചെളി ഇറങ്ങാത്ത രീതി എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞ് എൻ്റെ കൃഷിപ്പണിയിലോട്ട് പോയിട്ട് അധികമൊന്നുമില്ല. ഞാൻ ഒരു ട്രേ വാങ്ങിച്ചിട്ട് എക്സിബിഷനിൽ ഇപ്പോൾ കുറച്ച് സീഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പക്ഷേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്ന് തോന്നി. ഞാൻ വാങ്ങിച്ചിട്ട് ഒത്തിരി ദിവസമായി. പക്ഷേ ഒന്നും ചെറുതായിട്ട് ചീര മാത്രമേ കിളിക്കുന്നുള്ളൂ. കുറേ വെണ്ടയ്ക്കയുടെ ഒക്കെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കിളിക്കുന്ന ലക്ഷണമില്ല. മല്ലിയിലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. നോക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെൻ്റെ പാൽമുളകാണ് കേട്ടോ. പിന്നെ ഇത് മത്തങ്ങ. പാൽമുളക് ഞാൻ കൊണ്ടുവച്ചിട്ടുള്ളതാണ്. പിന്നെ മത്തങ്ങ ഇത് തന്നെ കിളിച്ച് വന്നതെന്ന് തോന്നുന്നു. എന്തായാലും അത് ഞാൻ ഇങ്ങനെ നിർത്തി പോകുന്നുണ്ട്. വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് ഇത്തരം പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിന്നൊക്കെ നമ്മൾ ഓടി നടന്ന് ചെയ്തേലേ. അപ്പോൾ ഒരു ക്ഷീണം മാറ്റാനായിട്ട് ഞാനൊരു ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായ എനിക്ക് മാത്രം, സാധാരണ ഇവിടെ ഇക്കായും ഉമ്മയൊക്കെ വെളുപ്പിനെ എഴുന്നേക്കും. 3:30 രണ്ടുപേരും എഴുന്നേറ്റ് നിസ്കാരം, ഒരാൾ ജോലി സംബന്ധമായിട്ടൊക്കെ എഴുന്നേക്കും. അപ്പോൾ അവർ ആ ടൈമിൽ ചായ ഇട്ട് കുടിക്കും കേട്ടോ. എനിക്കും കൂടെ ഇടുമായിരുന്നു മുന്നേ. എനിക്ക് ഇടല്ലേന്ന് ഞാൻ പറഞ്ഞ കാര്യം, ഇത്രയും നേരം ഇരുന്നിട്ട് അത് ചൂടാക്കി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അപ്പം തന്നെ ഫ്രഷ് ആയിട്ടിട്ട് കുടിക്കണം. അതുകൊണ്ട് ഞാൻ പറയാം എനിക്ക് ഇടല്ലേ. അപ്പം ചായക്ക് വെള്ളം വെച്ച ടൈമിൽ ഞാൻ അടുക്കളയും കൂടെ ഒതുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ടൈമിൽ തീരും. ചായ ഇട്ട് ഇങ്ങനെ അതിന് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അടുക്കള ഒരുവിധം ഒതുക്കി ഇറങ്ങാമല്ലോ. അപ്പം ചായ തിളച്ച് വന്നപ്പോഴത്തേക്കും തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോയി. ആ ചെറിയ തീയിലിരുന്ന് വീഴുന്ന ടൈമിൽ ഞാൻ ബാക്കി പാത്രങ്ങളും കൂടെ കഴുകി വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കടുപ്പൊക്കെ ഇറങ്ങി ചായ തന്നെ സെറ്റായി കിട്ടിക്കോളും. എന്നിട്ട് ഞാൻ അരിച്ചൊഴിച്ചു 3 ഗ്ലാസ്സിലേക്ക് 3 പേർക്കും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർ ചായ ഇട്ടില്ല എന്നുള്ള കാര്യം ഞാൻ മുറ്റത്തൊക്കെ പോയിട്ട് ഇറങ്ങി വന്ന് അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ പിന്നെ അവർക്കും കൂടെ ചായ ആക്കിയതിന് ശേഷം 3 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ദാണ്ട് അവർക്കും കൂടെ കൊടുത്ത് അങ്ങനെ രാവിലത്തെ പരിപാടി ഒരുവിധം സെറ്റായി. ഇനി അപ്പം കൂടെ ചുടുമ്പോഴത്തേക്കും നമ്മുടെ ജോലി കഴിഞ്ഞിരിക്കും. രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ള ജോലികളും കഴിഞ്ഞു. അതുകൊണ്ട് ഇനി റെസ്റ്റ്. ടാറ്റാ.